കുട്ടികളെ, ചതിയിൽപ്പെട്ട ഒരു കാക്കയുടെ കഥ പറയാം. ഞാൻ സിന്ധു. ഇനി നമുക്ക് കഥ കേൾക്കാം. ഒരിക്കൽ ഒരു വലിയ കാടിനു സമീപം ഒരു കാക്ക ജീവിച്ചിരുന്നു. കറുത്ത ചിറകുകളും തിളങ്ങുന്ന കണ്ണുകളുമുള്ള സുന്ദരിയായ കാക്ക. ഒരു ദിവസം ഇര തേടി കാക്ക നാട്ടിലേക്ക് വന്നു. അവിടുത്തെ ഒരു വീടിനു മുന്നിൽ ഉണക്കാനിട്ടിരിക്കുന്ന തേങ്ങാ കഷ്ണം കൊത്തിയെടുത്തു പറന്നു. കാക്ക വീണ്ടും കാട്ടിലേക്ക് വന്നു. കാക്കയുടെ ഇഷ്ടഭക്ഷണമാണ് തേങ്ങാ കഷ്ണം. അങ്ങനെ കാക്ക ഒരു മരക്കൊമ്പിലിരുന്ന് അത് കഴിക്കാൻ തുടങ്ങുമ്പോൾ താഴെ നിന്ന് ആരോ നോക്കിക്കൊണ്ടിരുന്നു. ഒരു കുറുക്കൻ. ആ കഷ്ണം കിട്ടിയാൽ ഇന്നത്തെ ഭക്ഷണത്തിൻ്റെ പ്രശ്നം ഒന്ന് തീരും, അവൻ ചിന്തിച്ചു. മരത്തിൻ്റെ അടിയിൽ നിന്ന് കാക്കയെ നോക്കി. അയ്യോ, ഇവിടുത്തെ ഏറ്റവും സുന്ദരിയായ പക്ഷി ആരെന്നറിയാമോ? നീ തന്നെ. നിന്റെ കറുത്ത ചിറകുകൾ, തിളങ്ങുന്ന കണ്ണുകൾ. ഇതൊക്കെ കേട്ടപ്പോൾ കാക്കയുടെ മനസ്സ് തളിർത്തു. ഞാൻ ഇത്ര സുന്ദരിയാണോ? അവൾ അഭിമാനത്തോടെ ചിന്തിച്ചു. കുറുക്കൻ വീണ്ടും തുടങ്ങി. പക്ഷേ ഒരു കാര്യം, ഇത്ര സുന്ദരിയായ പക്ഷിക്ക് ഒരു വേളയിൽ മധുരമായ ശബ്ദമുണ്ടാകും. കുഴപ്പമെന്താ? ഒരു പാട്ടുപാടിക്കൂടെ? അതായിരുന്നു ചതിയുടെ അവസാന പ്രശംസ. ഇതു കേട്ട കാക്ക കൊക്കു തുറന്ന് കാ എന്ന് വിളിച്ചു. അങ്ങനെ പാടിയപ്പോൾ തേങ്ങാ കഷ്ണം താഴെ വീണു. കുറുക്കൻ അതിവേഗം ആ കഷ്ണം പിടിച്ചെടുത്തു. നന്ദി കാക്കേ, നിന്റെ ശബ്ദം കേൾക്കാൻ നല്ലതായിരുന്നു. പക്ഷേ എനിക്ക് വേണ്ടത് ഇതാണ് എന്നും പറഞ്ഞ് കുറുക്കൻ ചിരിച്ചുകൊണ്ട് കാട്ടിലേക്ക് ഓടി. കാക്ക ഉറക്കെ കരഞ്ഞു. പുകഴ്ത്തിൽ കേട്ട് ചതിയിൽ പെടരുതെന്ന് ഇന്നാണ് പഠിച്ചത്. പുകഴ്ത്തുന്നവരെ വിശ്വസിക്കരുത്. വളരെ ധാർമ്മികമായി തോന്നുന്നവർക്ക് പിന്നിൽ പലപ്പോഴും ഒരു ഉദ്ദേശമുണ്ടാകും. മറ്റൊരു മനോഹരമായ കഥയുമായി ഉടനെ വരാം.